ഹലോ! ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരാള് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് സുന്ദരനാവുന്നുണ്ട് ട്ടാ. അന്നേരം ഞാനൊന്ന് ചിരിക്കാൻ പറഞ്ഞതാണ്. ആ ചിരിയാ അത് നിങ്ങ കാണുന്നത്. അനു ആദ്യം പുറകിലുണ്ടേ. ആദീന്റെ മുടിയുമായിട്ടൊരു മൽപ്പിടുത്തത്തിലാണ്. എവിടെങ്കിലും പോവാൻ കീയുന്ന സമയത്ത് ആദീന്റെ മുടിയും തമ്മിലൊന്ന് ഉടക്കുവേ. 5, 6 പ്രാവശ്യം മുടി കെട്ടിക്കഴിഞ്ഞാലേ ഓക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടുമല്ലോ. അങ്ങനെ എന്നോട് ചൊടിച്ച്. ഞാൻ എന്നിട്ട് ചീത്ത പറഞ്ഞു. എപ്പോഴും ഇതന്നെ കുഴപ്പമെന്നെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് എന്നോട് ചൊടിച്ചിരിക്കുന്നതാ കാണുന്നത് കേട്ടാ. ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അന്നേരം എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അനു വീഡിയോ എടുക്കുമ്പോൾ മൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എവിടെയാ പോന്ന് പറഞ്ഞില്ല അല്ലെ. ഇപ്പം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് ആണ് ഫുജറയിലെ മ്യൂസിക്കൽ റോഡ്. ആടത്തേക്കാണേ പോന്നത്. സംഭവം ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് ഈ റീൽസ് എല്ലാം കണ്ടിട്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിനി. പക്ഷെ അജയേട്ടൻ ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞത് ഇന്നലെയാണ് കേട്ടാ. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന ഉടനേല് വേഗം ഫോണൊക്കെ നോക്കി മാപ്പെല്ലാം നോക്കി സെറ്റാക്കി ഉപ്പർക്കപ്പോഴേക്കും അറിയുന്ന റൂട്ടാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് നാളെ രാവിലെ പോവാന്നൊക്കെ. പക്ഷെ രാത്രി കിടക്കുമ്പോൾ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് രാവിലെ എണീക്കാനും അതുപോലെ ലേറ്റ് ആയിരുന്നല്ല, ഏകദേശം ഒരു 8:30 ആ ഒരു സമയമായി. എന്നിട്ട് നമ്മളെ മൂന്നാളെ എണീപ്പിച്ച് വേഗം കുത്തിപ്പൊക്കി വിളിച്ച് റെഡിയാക്കിയിട്ട് ഈ പോന്നതാണ് കേട്ടാ. പണ്ടെല്ലാം ഈ UAE എന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ വരലെന്ന് അറിയാം വലിയ ബിൽഡിങ്, കുറേ വണ്ടി, വലിയ റോഡ്, ഇത് മാത്രമാണ് കേട്ടാ. UAE എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരല് ഞാൻ ഏകദേശം ഒരു 10-14 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. അന്നേരം ബന്ധുക്കളിലൂടെ ഉണ്ടെങ്കിൽ നമുക്കത് മീൻസ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അങ്ങനെ ഒരു ഫെസിലിറ്റീസ് കുറവുള്ളൊരു സമയമല്ലേ. അന്നേരം എനിക്കറിയില്ല ഇങ്ങനെ മലകൾ നിറയെ മലകളായിട്ട് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് അജയേട്ടൻ ഇങ്ങനെ ഫുജറയിലേക്കെല്ലാം എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ശരിക്കും ഞാൻ വണ്ടർ അടിച്ച് നിന്നിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മളെ UAE പ്ലേസ് ആണോ എന്ന് വിചാരിച്ചിട്ട്. കാരണം എന്റെ മനസ്സിൽ എവിടെയും ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ ഒരു പ്ലേസ് UAE ഉണ്ടാവും. ഫുള്ള് ബിസി ആയിട്ടില്ലേ, അല്ലെങ്കിൽ വലിയ നിറയെ ബിൽഡിങ്ങിലെ ഒരു ഇതായിരുന്നു ഞാൻ സ്വപ്നം കണ്ട കിനാശ്ശേരി എന്ന് പറയുന്നത്. അന്ന് ഞാൻ ആ പോയ അതേ എക്സൈറ്റ്മെന്റിലാണ് എല്ലാ പ്രാവശ്യവും ഈ റൂട്ടിലെല്ലാം പോകുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല കേട്ടാ. എനിക്ക് ഈ ബിൽഡിങ് മീൻസ് അത്രയും തിരക്ക് പിടിച്ച റൂട്ടിലൂടെ പോകുന്നതിനെക്കാട്ടിയും ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ട് ഈ ഒരു റൂട്ടാണ് കേട്ടാ. കാരണം നിറയെ മലകളും ചെവിയെല്ലാം ഇടക്ക് അടഞ്ഞിട്ടെല്ലാം പോവേ ഇങ്ങനെ ഒരു പ്രഷറിന്റെ വേരിയേഷൻ എല്ലാം കൊണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ട് എന്ന് പറയുന്നത് ഈ ഫുജറ ഗോർഫക്കാനിലെല്ലാം പോകുന്ന വഴിയാണ് കേട്ടാ. എത്ര കണ്ടാലും മടുക്കൂല. കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും വെറും മലകളല്ലേന്ന്. പക്ഷെ ഈ മലകൾക്കെല്ലാം ഒരു പാങ്ങുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിലെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് തന്നെ ഒരു സുഖാണ് കേട്ടാ. അങ്ങനെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. ഈ ഫുജറയിലെ മ്യൂസിക്കൽ റോഡ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് ഷാർജയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ ദൂരമുണ്ട്. ഇത് വരുന്നത് ഫുജറ എമിറേറ്റ്സിലാണെങ്കിലും പ്രോപ്പർ ഫുജറ ടൗണിലൊന്നും എത്തണ്ട കേട്ടാ. അതിന് മുന്നേ ആയി സംഭവം. നമ്മ ഷാർജ മിലിഹ വഴി ഫുജറ പോകുന്ന റൂട്ട് അത് കാദ്ര വഴി പോണേ. ഫുജൈറ കോർട്ട് ഹൗസ് ഒക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങിൽ എത്തുന്നതിന് മുന്നേ ഈ സംഭവം ആയിട്ടാ. സംശയമില്ലവർക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോവാട്ടാ. അതിൽ കാണിക്കുന്നുണ്ട് ലൊക്കേഷൻ. ഈ ഒരു റോഡ് എത്തുന്നതിന് മുന്നേല് റോഡിൽ തന്നെ ഈ മ്യൂസിക്കലിന്റെ സിമ്പിൾ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ട്ടാ. അത് കാണുമ്പം തന്നെ വീഡിയോ എല്ലാം എടുക്കാനില്ലവർക്ക് റെഡി ആയിട്ട് നിക്കാം. അന്നേരം അത് കഴിഞ്ഞിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പം തന്നെ ഈ ശരിക്കും മ്യൂസിക്കൽ റോഡ് സ്റ്റാർട്ട് ചെയ്യുവേ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റൂട്ടാ ആ മ്യൂസിക്കലിന്റെ സിമ്പിള്. ഇത് കണ്ടോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് വീഡിയോയിൽ എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഇത് ശരിക്കും നമുക്ക് ഫീല് ചെയ്യും. അതാണ് നമുക്ക് ഓഡിയോ ആയിട്ട് അങ്ങനെ ഫോണിൽ റെക്കോർഡ് ആക്കാനാവുന്നില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. അത് നമുക്ക് ആ ഒരു മ്യൂസിക് നന്നായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു വൈബ്രേഷൻ കൊണ്ടായാലും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ശരിക്കും ഞാൻ
ശരിക്കും അത് ഒരു എൻജോയ് ചെയ്തു ട്ടാ. ഒരു പ്രാവശ്യമല്ല നമ്മ തൊട്ടടുത്തുന്ന് യൂ ടേൺ എടുത്തിട്ട് വീണ്ടും ഈ റോഡിലൂടെ ഒന്നും കൂടിയും പാസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടാ. അത് നമുക്ക് ഒരു മ്യൂസിക് നമുക്ക് ഫീൽ ചെയ്യാനും കൂടിയും പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യല്ലേ. ഇതിന് വേണ്ടിയിട്ട് റൈറ്റ് ട്രാക്ക് തന്നെ പിടിക്കണേ. ഫാസ്റ്റ് ട്രാക്കിൽ കേറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കിട്ടൂല. പിന്നെ അതുപോലെ മുമ്പിലൊരു വണ്ടി ഉണ്ടെങ്കിലും ചെറിയൊരു പ്രശ്നമാവും. കാരണം സ്ലോ ആയിട്ടല്ലേ നമുക്ക് പോവാൻ പറ്റൂലൂ. പിന്നെ കഫ്റ്റേരിയന്ന് സാൻഡ്വിച്ച് എല്ലാം മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടുവേ. നിങ്ങളുടെ യുഎഇയിലുള്ളവരാണെങ്കിലേ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പോയി നോക്കി നോക്ക്. എനക്ക് ഒരുപാട് ഇഷ്ടായിനെ. ചിലപ്പോ നിങ്ങൾക്കും ഇഷ്ടാവും. ഇതെല്ലാം ഒരു ഫീൽ അല്ലേ അല്ലേ? എന്നാ പിന്നെ ആയിക്കോട്ടെ ട്ടാ. അത്രയില്. ഓക്കെ. ബൈ.